കേരളത്തെ ആഗോളതലത്തിൽ പ്രതിരോധ ആരോഗ്യ പരിപാലനത്തിന്റെയും വെൽനസ് ടൂറിസത്തിന്റെയും കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ട് ആയുർടെക് പദ്ധതി പ്രഖ്യാപിച്ച് കുറിച്ചിയിൽ ആയുർവേദ. കേരളത്തിന്റെ ആയുർവേദ പൈതൃകത്തെ നിർമ്മിത ബുദ്ധിയുമായി സംയോജിപ്പിച്ച് രോഗങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന നൂതനമായ പദ്ധതിയാണിത്. 3 ഘട്ടങ്ങളിലായി 250 കോടി രൂപയുടെ നിക്ഷേപമാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ AI അധിഷ്ഠിത ആയുർടെക് ആൻഡ് വെൽനസ് ഡെസ്റ്റിനേഷൻ, വർക്ക് ഫ്രം നേച്ചർ റെസിഡൻഷ്യൽ സൗകര്യങ്ങൾ, അത്യാധുനിക മരുന്ന് നിർമ്മാണ യൂണിറ്റ് എന്നിവ ഉൾപ്പെടുന്നു. ആരോഗ്യമേഖല, സാങ്കേതികവിദ്യ, ഹോസ്പിറ്റാലിറ്റി, നിർമ്മാണ മേഖല തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി 500ഓളം പുതിയ തൊഴിലവസരങ്ങൾ ഈ പദ്ധതി വഴി സൃഷ്ടിക്കപ്പെടും. പദ്ധതിയുടെ ആദ്യഘട്ടം ഇടുക്കി കരിമ്പനിൽ ആരംഭിച്ചു. AI അധിഷ്ഠിതമായ രോഗനിർണയവും ആയുർവേദത്തിലെ അറിവും സംയോജിപ്പിച്ച് വിട്ടുമാറാത്ത വേദനകൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കാണുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കുറിച്ചിയിൽ ആയുർവേദ ഡയറക്ടർ ഡോക്ടർ ജിതിൻ ജെ കുറിച്ചിയിൽ വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഒരു വെൽനസ് ഡെസ്റ്റിനേഷനാണ്. വെൽനസ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തന്നതായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡുണ്ട്. ഞങ്ങൾ ആയുർവേദയും യോഗയും നാച്ചുറോപ്പതിയും അതിൻ്റെ കൂടെ കുറച്ച് ഫിസിയോതെറാപ്പിയും എല്ലാം കൂടെ കൂടി ചേർന്നൊരു മെത്തേഡാണ്. അത് ഞങ്ങൾ 7 വർഷമായിട്ട് ഞങ്ങൾ ഇടുക്കിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പെയിൻ മാനേജ്മെൻറ്റാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെൽനസ്സും ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു 7 എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് ഞങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അത് ലോകത്തെ അറിയിക്കുക എന്നുള്ളതും, അതിനോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ ഹബ്ബായിട്ട് ഞങ്ങളുടെ ഇടുക്കി ഈ 3 പാലക്കാട് സ്ഥലങ്ങളൊക്കെ ആക്കിയെടുക്കുക. സ്ഥാപനത്തിലെത്തുന്നവർക്ക് ഹെൽത്ത് ട്രാക്കിംഗ് സംവിധാനവും നൽകും. ഇതുവഴി 15,000 മുതൽ 20,000 വരെ രോഗാവസ്ഥകളുമായി ബന്ധപ്പെട്ട 1.3 ദശലക്ഷത്തിലധികം വ്യത്യസ്ത പാറ്റേണുകൾ AI ഉപയോഗിച്ച് വിശകലനം ചെയ്യാം. ഓരോ വ്യക്തിയുടെയും ആരോഗ്യത്തെ തത്സമയം നിരീക്ഷിക്കാനും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഇതിലൂടെ സാധിക്കും. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കുറിച്ചിയിൽ ആയുർവേദ ഡയറക്ടർമാരായ ഡോക്ടർ ജിതിൻ ജെ കുറിച്ചിയിൽ, ഡോക്ടർ അമ്മു മാത്യു, ഓപ്പറേഷൻസ് വൈസ് പ്രസിഡന്റ് ഷാജി ഇ.കെ, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വൈസ് പ്രസിഡന്റ് ശ്രീനാഥ് തുളസീധരൻ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.